എല്ലാവർക്കും ഷുഗർ ബിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈസി സിമ്പിൾ റെസിപ്പി. അപ്പോൾ നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ 1/2 കപ്പ് തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ എടുക്കുന്ന പച്ചക്കറികളാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ എടുക്കാം. വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള, 2 പച്ചമുളകും. അപ്പോൾ സവാളയും ഈ പച്ചക്കറികളും പരിപ്പും കൂടിയിട്ട് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചക്കറികൾ കൂടാതെ ഞാൻ കുറച്ച് വേറെ എടുക്കുന്നുണ്ട്. അത് പരിപ്പിൻ്റെ കൂടെ വേവിച്ചെടുക്കണ്ട. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തക്കാളി, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക. അപ്പോൾ അത് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് ഉള്ള പുളി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് മല്ലിയിലയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് പരിപ്പും പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. അപ്പോൾ എടുത്തു വെച്ച പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സവാളയും പച്ചമുളകും പിന്നെ നമ്മൾ മുറിച്ച് വെച്ച പച്ചക്കറിയും കൂടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് മറ്റ് പച്ചക്കറികൾ ഇപ്പോൾ ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ വിസിലടിക്കുമ്പോൾ വല്ലാണ്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കാത്തത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതുമാതിരി ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വയ്ക്കുക. 2 വിസിലിന് ശേഷം ഞാൻ പച്ചക്കറി വേവിച്ചതും പരിപ്പും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സാമ്പാർ ചെയ്യണത് സാമ്പാർ പൊടി വെച്ചിട്ടാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിയല്ല, പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, പാക്കറ്റ് സാമ്പാർ പൊടി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരുന്ന ശേഷം നമുക്ക് ബാക്കി പച്ചക്കറികൾ മുരിങ്ങക്കയും വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ നോർമലി സാമ്പാർ വയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ഒരുമിച്ചാണ് ഇടുക. അപ്പോൾ പലർക്കും സാമ്പാറിൽ ഇങ്ങനെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോണത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണത്. അപ്പോൾ നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ആദ്യം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. അതിൻ്റെ ആ പശപ്പശപ്പും ഒന്ന് മാറി കിട്ടണം. അത് കഴിഞ്ഞിട്ട് വേണം മറ്റു പച്ചക്കറികളും ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശപ്പശപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങയ്ക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കണം. രണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് എല്ലാം കൂടിയും കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വേവട്ടെ. അതിൻ്റെ കളറൊന്ന് മാറി നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പരിപ്പും പച്ചക്കറിയും ഒരുമിച്ചാണ് വേവിച്ചത്. കാരണം എൻ്റെ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടണ കാരണം ഞാൻ അത് ഒരുമിച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്ക് പരിപ്പിന് വേവ് ഉണ്ടെങ്കിൽ ആദ്യം പരിപ്പ് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ പരിപ്പ് നന്നായി വെന്തില്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയി കിടക്കും പരിപ്പ്. അപ്പോൾ നമ്മുടെ സാമ്പാർ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി 2 ടീസ്പൂൺ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വേറെ കുറേ ബ്രാൻഡ്സ് ഞാൻ സാമ്പാർ പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ഞാൻ എപ്പോഴും മേടിച്ച് യൂസ് ചെയ്യണത്. ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. അതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കഷ്ണത്തിലേക്ക് സാമ്പാർ പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ കരിഞ്ഞു പിടിക്കണതിന് മുമ്പേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത്ര ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ച പുളിയിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് അത് ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പരിപ്പിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ, ചെറിയ സ്പൂണിൽ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടി ഇല്ലെങ്കിൽ, കട്ടിക്കായാണ് ഉള്ളതെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ പരിപ്പ് വേവിച്ചില്ലേ, മുൻപ് പരിപ്പ് വേവിച്ച ആ സമയത്ത് ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് താമസമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കുക. അധികം ചേർത്ത് കൊടുക്കണ്ട, സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ വളരെ കുറവ് ചേർത്താൽ മതി. ഇനി അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചിലർക്ക് സാമ്പാർ നന്നായിട്ട് കുറുകിയിരിക്കുന്നതാവും ഇഷ്ടം, ചിലർക്ക് ലൂസായിട്ട് കഴിക്കാനാവും ഇഷ്ടം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണ്ടത്ര പോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലായിടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സാമ്പാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് കടുക് താളിക്കാൻ നോക്കാം. ഇപ്പോൾ ഒരു ചെറിയ പാനിലേക്ക് ആവശ്യത്തിനത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. താളിക്കാൻ ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂണിൽ 1/4 സ്പൂൺ ഉലുവ ചേർത്ത ശേഷം ഒരു 1/2 സ്പൂൺ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും രണ്ടും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്താൽ മതി. അപ്പോൾ ഈ കടുക് താളിക്കുമ്പോൾ ചെറിയുള്ളി ചേർക്കാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മുമ്പ് ചെറിയുള്ളി ചേർത്ത കാരണമാണ് ഇപ്പോൾ ചേർക്കാത്ത. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കടുക് പൊട്ടി വരുമ്പോൾ ചേർത്ത് കൊടുത്ത് ഇളക്കാം. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് നന്നായിട്ട് ഇളക്കിയിട്ട് സാമ്പാറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സാമ്പാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒന്ന് അതിൻ്റെ മണവും ടേസ്റ്റൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഐറ്റംസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും 1 നുള്ള് വറുത്ത് പൊടിച്ചെടുത്ത ഉലുവയുടെ പൊടിയും കൂടിയും ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിന് ഭയങ്കര മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ചെയ്യുക. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് നമുക്കിനി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട